കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളിലേക്ക് പോവുകയാണ്. അങ്ങനെ 11 മണിയോടുകൂടി കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്ന കർത്തവ്യ ഭവന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. പതിനൊന്ന് മണിയോടുകൂടി ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുന്നതായിരിക്കും. ആ ബജറ്റ് ബാഗിൽ എന്തായിരിക്കും ഉള്ളത് എന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് രാജ്യം. എന്തെല്ലാം പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആകാംക്ഷയോടുകൂടി തന്നെ നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിന് എന്ത് ലഭിക്കും എന്നുള്ളതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കാൻ പോവുകയാണ്. കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാകും, തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ്. പ്രത്യേക പാക്കേജ്, ഗ്രാന്റ്, വിഴിഞ്ഞം, റെയിൽവേ വികസനം, അതിൽ അതിവേഗ പാത തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ മുന്നിലേക്ക് നിൽപ്പുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേരളത്തിന് വേണ്ടിയിട്ട് മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ ലഭിക്കുമോ, എന്തായിരിക്കും ഉള്ളത് എന്നത് സംബന്ധിച്ചുള്ള വലിയൊരു ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ബജറ്റ് ബാഗ് നമ്മൾ കണ്ടിരിക്കുകയാണ്. അതിൽ എന്തായിരിക്കും ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് ഇപ്പോൾ രാജ്യമുള്ളത്. 11 മണിയോടുകൂടിയാണ് ബജറ്റ് അവതരണം നടക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു ഞായറാഴ്ച ദിവസം ബജറ്റ് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കർത്തവ്യ ഭവന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അങ്ങനെ ഫെബ്രുവരി 1-ാം തീയതി ഞായറാഴ്ച ദിവസം കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കാൻ പോവുകയാണ്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ കർത്തവ്യ ഭവനിൽ നിന്നും പുറപ്പെട്ടിരിക്കുന്നു. എന്തായിരിക്കും മൂന്നാം മോദി സർക്കാരിന്റെ 3-ാം ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ കരുതി വെച്ചിരിക്കുന്നത് എന്നാണ് അറിയേണ്ടതായിട്ടുണ്ട്. പൊതുജനങ്ങൾ നിരവധി കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആദായ നികുതി സ്ലാബിലൊക്കെ തന്നെയും പല വിധത്തിലുള്ള വ്യക്തതകൾ വരേണ്ടതായിട്ടുണ്ട്. അതിൽ വലിയ പരിഷ്കാരങ്ങൾക്ക് സാധ്യതയില്ല എന്ന തരത്തിലുള്ള വിവരങ്ങളാണുള്ളത്. അപ്പോൾ എന്തായിരിക്കും, അതൊക്കെ നിലവിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പാകത്തിനുള്ള നടപടികൾ ഏത് വിധത്തിലായിരിക്കും മുന്നിലേക്ക് വരിക എന്നുള്ളതൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള പദ്ധതികൾ മുന്നിലേക്ക് വെക്കുമ്പോൾ എന്തായിരിക്കും എന്നുള്ളത് അറിയേണ്ടതായിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ച് പോലും പല വിധത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഈ പറഞ്ഞു പോയതുപോലെ തന്നെ പ്രത്യേക പാക്കേജ്, 21,000 കോടിയുടെ പ്രത്യേക പാക്കേജ്, അതിൽ അങ്ങനെയുള്ളത് കിട്ടുമോ, ഒരു പാക്കേജ് പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ളത് അറിയേണ്ടതായിട്ടുണ്ട്. കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി അത് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രഖ്യാപനം ഉണ്ടാകും അത് നോക്കുന്നുണ്ട്. എല്ലാ വർഷവും പറഞ്ഞു പോകുന്നതാണ് എയിംസ് എന്നുള്ളത്. അപ്പോൾ കുറെ കാലങ്ങളായിട്ട് തന്നെ രാഷ്ട്രീയ കേരളത്തിൽ സുരേഷ് ഗോപി തന്നെ മുന്നിലേക്ക് വെച്ചുകൊണ്ട് പലപ്പോഴും എയിംസ് എന്നുള്ളത് കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്. അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമോ തുടങ്ങി പല കാര്യങ്ങൾ തന്നെയും, ഗ്രാന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെയും കേരളത്തിന് എന്ത് ലഭിക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. രാഷ്ട്രീയം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അത് തിരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ 11 മണിക്കായിരിക്കും പ്രഖ്യാപനം വരാൻ പോകുന്നത്. കാത്തിരിക്കാം.